Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. SG. In today's class we are going to discuss about modulation, especially amplitude modulation. Especially amplitude modulation എന്ന് പറയാൻ കാര്യം ഇതൊരു BSc ലെവൽ ക്ലാസ് ആണ്. അപ്പം അതിന് നമ്മൾ മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഈ മോഡുലേഷൻ എന്ന് നോക്കാം. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്. റേഡിയോ സ്റ്റേഷനിൽ നിന്നുള്ള പാട്ട് പഴയ കാലം തൊട്ടേ എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. പണ്ട് കാലത്ത് നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒരു റേഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്ത് നമ്മൾ ആ പാട്ട് കറക്റ്റ് കേൾക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്നത് 94.3 FM എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പൊ ഇതെല്ലാം ദൂരെ എവിടെയോ ഒരു റേഡിയോ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഒരാൾ പറയുന്ന ടോക്കുകളോ സ്പീച്ചുകളോ അല്ലെങ്കിൽ പാട്ടുകളോ നമ്മളുടെ അടുത്ത് യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാതെ എത്തിച്ചേരുകയാണ്. അപ്പം അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിസിക്സിലെ ഒരു ടെക്നിക്കാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഡുലേഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പം നമ്മൾ 10ാം ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പാടുന്ന പാട്ടുകളോ അല്ലെങ്കിൽ പറയുന്ന സൗണ്ടോ ഒരു മൈക്രോഫോണിൽ കൂടി കടത്തിവിടും. അപ്പൊ ഈ സൗണ്ട് വൈബ്രേഷൻസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ പിന്നീട് ആംപ്ലിഫൈ ചെയ്യും. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് അല്ലെങ്കിൽ വേവ്സ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു വേവിനെ അങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, ഇതൊരു വേവ് പ്രൊപ്പഗേഷൻ, ഒരു സിഗ്നലാണ്. അപ്പൊ ഈ സിഗ്നലില് ഞാൻ ടൈമാണ് ഈ ആക്സസിൽ മാർക്ക് ചെയ്യുന്നത്. ഈ ആക്സസിൽ മാർക്ക് ചെയ്യുന്നത് ഞാൻ വോൾട്ടേജ് ആണ്. കാരണം ഞാൻ ഇപ്പൊ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യമാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ദിസ് ഇസ് ദ മാക്സിമം വോൾട്ടേജ് ഓഫ് ദിസ് ഓസിലേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എ എന്ന് റെപ്രസെന്റ് ചെയ്യും ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആൻഡ് ദെൻ ദിസ് ഇസ് ദ ക്രസ്റ്റ് ഓഫ് ദ വേവ് ആൻഡ് ദീസ് ആർ ദ ട്രഫ് ഓഫ് ദ വേവ്. ഓക്കെ, ഇത് ക്രസ്റ്റ്, ഇത് ട്രഫ്. അപ്പൊ അഡ്ജസന്റ് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ക്രസ്റ്റ് or two adjacent trough is called wavelength represented by the letter lambda. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ നോക്കിക്കോ, ഞാനിപ്പോ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. അതായത് ദിസ് ഇസ് വൺ സിംഗിൾ ഓസിലേഷൻ. അപ്പൊ ഒരു സെക്കൻഡില് ഇപ്പം ഒരു സെക്കൻഡ് കൊണ്ട് ഈ വേവ് ഇവിടുന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ എത്തിയെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 Hz ആയിരിക്കും. That is, frequency is the number of oscillations in 1 second. നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 Hz തൊട്ട് 20 kHz വരെയാണ്. 20 Hz to 20 kHz. അതായത് ഒരു സെക്കൻഡിൽ അവിടെ എത്ര ഓസിലേഷൻസ് കാണും? 20 ഓസിലേഷൻസ് കാണും. അല്ലെങ്കിൽ അപ് ടു എവിടെ വരെ പോകും? 20,000 Hz വരെ അത് പോകും. ഓക്കെ, അപ്പൊ ഈ ഒരു റേഞ്ചിലുള്ളത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇതിനപ്പുറമുള്ള സൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. എക്സാമ്പിൾ ആണ് ബാറ്റ് ഒക്കെ ഈ ഒരു റേഞ്ചിന് പുറത്തുള്ള വൈബ്രേഷൻ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചിലുള്ളതല്ല. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 20 Hz to 20 kHz. ഇതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫേസ് ആണ്. ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ വേവ്. ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് ദ വേവ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പൊ അതൊന്നുകൂടെ ഞാൻ സിമ്പിളാക്കി പറഞ്ഞുതരാം. ഇവിടെ ഞാൻ വൈറ്റ് കളർ പെന്ന് കൊണ്ട് വരച്ചിട്ടുണ്ടല്ലോ, ഒരു സിംഗിൾ ഓസിലേഷൻ. അതിനെ എനിക്ക് ഒരു സർക്കുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ സർക്കുലർ ഫോമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇതിനെ ഒരു സർക്കിൾ വരയ്ക്കാണ്. എന്നിട്ട് നോക്കിക്കോ, ഇവിടെ ഫേസ് ഡയഗ്രാം ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഇതാണ് നമ്മുടെ സെന്റർ പോയിന്റ്. അപ്പൊ നമ്മുടെ സർക്കിളിന്റെ ഇതിന് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ദിസ് ഇസ് 180 ഡിഗ്രി, ദിസ് ഇസ് 270 ഡിഗ്രി. ഓക്കെ, നമ്മുടെ വേവ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ 0-ലെത്തും.
അത് കേട്ട് നമ്മുടെ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിന്റെ പൊസിഷൻ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിനെ 90 ഡിഗ്രി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സൈൻ വേവ് ആണ് ആക്ച്വലി. സൈൻ 0 0 അല്ലേ? അപ്പൊ സൈൻ 0 ആകുമ്പോൾ അത് 0-ലെത്തി, സൈൻ 90 ആകുമ്പോൾ മാക്സിമത്തിലെത്തി. പിന്നെ അത് ഏത് പൊസിഷനിലെത്തും? ഈ ഒരു പൊസിഷനിലെത്തുമ്പോൾ ഇവിടെ എത്തും. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ഇങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കളയണം കേട്ടോ. നമ്മുടെ ആരോ എവിടെ എത്തി? ഈ ഒരു പൊസിഷനിൽ ഇവിടെ എത്തി. 270 എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ പൊസിഷൻ? ഈ പോയിന്റ് കണ്ടോ? ഇനി അടുത്തത് നമ്മുടെ വേവ് ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു സർക്കിളിൽ തിരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു വെക്ടർ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഇതേ പൊസിഷനിലെത്തി 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. മനസ്സിലായോ? നമുക്കൊരു ഓസിലേഷനെ ഒരു വേവ് ഒരു സർക്കുലർ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ 0 ഡിഗ്രി അപ്പൊ എത്തി. ഞാനിപ്പോ ഈ ആക്സിസിലെ ടൈമിന് പകരം ഫേസ് ഇൻ ആംഗിൾ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫേസ് ഇൻ ആംഗിൾസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതിൽ എനിക്ക് ഈ പോയിന്റിന് 0 ഡിഗ്രി, ഇതിനെ 90 ഡിഗ്രി, ദിസ് ഇസ് 180 ഡിഗ്രി, ദിസ് ഇസ് 270 ഡിഗ്രി, ദിസ് ഇസ് 360 ഡിഗ്രി, അങ്ങനെ പോകും. ഇനി ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഫേസ് ഇൻ റേഡിയൻസ് ആണെങ്കിൽ എനിക്കിവിടെ 0യ്ക്ക് പകരം 0 തന്നെ കൊടുക്കാം. 0 തന്നെ കൊടുക്കുക. ഇവിടെ വരുന്നത് π/2, ഇവിടെ π, ഇവിടെ 3π/2, then this is 2π. കണ്ട, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായി? ഇപ്പൊ ഇതാണ് ഫേസ് എന്ന് പറയുന്നത്. അതായത് അറ്റ് എ ടൈമില് ഒരു വേവിന്റെ പൊസിഷൻ, ഒരു ഓസിലേഷനിൽ, ഒരു കംപ്ലീറ്റ് ഓസിലേഷനിൽ അതിന്റെ പൊസിഷൻ എവിടെ എത്തിയെന്ന് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എൻറ്റൈറ്റി ആണ് ഫേസ് എന്ന് പറയുന്നത്. ഫേസ് കുറച്ചുകൂടെ മനസ്സിലാവുന്നത് ഫേസ് ഡിഫറൻസ് പറയുമ്പോൾ. ഇപ്പൊ തൽക്കാലം ഇത്ര നമുക്ക് മതി നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ മോഡുലേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ് എന്താണെന്നൂടെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. മനസ്സിലായോ? അപ്പം ഇനി നമ്മൾ ശരിക്കും എന്താണ് മോഡുലേഷൻ എന്നതിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഇത് നമ്മുടെ റേഡിയോ സ്റ്റേഷനാണ്, ദൂരെ എവിടെയോ ഉള്ള ഒരു സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിൽ നിന്ന് സൗണ്ട് മൈക്രോഫോൺ വഴി ഒരു ഓഡിയോ ആംപ്ലിഫയറിൽ എത്തുമ്പം ഈ വേവിനെ കുറച്ചുകൂടെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിക്കഴിഞ്ഞിട്ട് അതിനെ ഇവിടെയുള്ള വേറൊരു വേവുമായിട്ട്, ഇതിന് പറഞ്ഞ പേരാണ് കാരിയർ വേവ് കേട്ടോ. ഈ കാരിയർ വേവുമായിട്ട് മേർജ് ചെയ്ത് ട്രാൻസ്മിറ്റിംഗ് ആന്റിനാസ് വഴി വിടും. എന്നിട്ട് ഇത് റിസീവിങ് ആന്റിനയിലെത്തി നമ്മുടെ റിസീവർ റിസീവ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ഓഡിയോ സിഗ്നലിനെ സിസ്റ്റം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താണ് നോക്കിക്കോ. നമ്മുടെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എത്രയായിരുന്നു? 20 Hz to 20 kHz. ഇതല്ലേ നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്. അപ്പൊ ഇവിടെ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, E is equal to hν. ഇറ്റ് ഇസ് ഈക്വൽ ടു h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, 6.6 × 10⁻34 ഇൻറ്റു മ്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ 20 Hz എടുത്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, എനർജി വളരെ കുറവാണ്. നോക്കിക്കേ, ജൂൾ കണ്ടോ, വളരെ കുറഞ്ഞ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും ചെറിയ എനർജി കിട്ടുമ്പോഴുണ്ടല്ലോ നമുക്ക് ഈ സിഗ്നലിനെ വളരെ ദൂരെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. കാരണം അത് വഴിതെറ്റി പോകും, അല്ലെങ്കിൽ അതിനകത്ത് വേറെ നോയ്സ് കയറി വരും, വേറെ എന്തെങ്കിലും സൗണ്ടുകൾ കയറി വരും. പവർ വളരെ കുറവാണ്, എനർജി വളരെ കുറവല്ലേ. അപ്പൊ നമ്മളുടെ അടുത്ത് വരെ എത്തിച്ചേരത്തില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ പറയുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അതിന് എന്താണ് അവർ ചെയ്യുന്നതെന്നറിയോ? ഈ ഒരു സിഗ്നലിന്റെ കൂടെ, ഇതാണ് നമ്മുടെ ഓഡിയോ സിഗ്നൽ. ഓക്കെ, ഈ ഓഡിയോ സിഗ്നലിന്റെ കൂടെ ഇവര് ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ വേവിനെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് അങ്ങോട്ട് വിടും. അതായത് നമ്മളെ ഈ കൊച്ചു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ LKG UKG 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം കുട്ടികളെ തന്നെ നമുക്ക് സ്കൂളിൽ വിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? പാരന്റ്സിന്റെ കൈ പിടിച്ചിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ ചെല്ലുന്നുണ്ടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടും, പാരന്റ്സ് അവിടെ നിൽക്കും. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചു വരും. അപ്പൊ നമുക്ക് വേണ്ടുന്നത്, അതായത് നമ്മുടെ ഓഡിയോ സിഗ്നലിൽ എനർജി കുറവാണ്, അപ്പൊ വഴിതെറ്റിപ്പോകാനുള്ള വളരെ ചാൻസ് ഉണ്ട്, നോയ്സ് കയറി വരും. അപ്പൊ എന്ത് ചെയ്യും? നല്ല ഉത്തരവാദിത്തമുള്ള കാരിയർ വേവിന്റെ കൈ പിടിച്ചിട്ട് ഈ ഓഡിയോ സിഗ്നൽ അങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മുടെ
സ്കൂളിൽ എത്തുന്ന പോലെ തന്നെ നമ്മുടെ റിസീവർ സ്റ്റേഷനിൽ എത്തുന്നുണ്ടേ ആ ഒരു മോഡുലേറ്റഡ് സിഗ്നലിനകത്തുനിന്ന് ഇവരുടെ കൈപിടിച്ച് വരികയല്ലേ അതിനകത്തുനിന്ന് നമുക്ക് വേണ്ടുന്ന ഓഡിയോ സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആ ഒരു ഫിനോമിനൻ എന്ന് പറയുന്ന പേരാണ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫിനോമിനൻ ഡിമോഡുലേഷൻ എന്ന് പറയും. സൂപ്പർ ഇമ്പോസ് ചെയ്ത് വിടുന്ന ആ ഫിനോമിനൻ പറയുന്ന പേരാണ് മോഡുലേഷൻ. That is, modulation is the phenomenon of changing the properties of a carrier signal in accordance with the audio signal. Carrier signalന്റെ ആംപ്ലിറ്റ്യൂഡോ ഫ്രീക്വൻസിയോ ഫേസോ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓഡിയോ സിഗ്നൽ. ഓഡിയോ സിഗ്നലിന്റെ അനുസരിച്ചിട്ടാണ് കാരിയർ ഫ്രീക്വൻസിയുടെ കാരിയർ സിഗ്നലിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? മോഡുലേഷൻ. ഇനി അത് നമ്മുടെ റിസീവർ സ്റ്റേഷനിൽ എത്തുമ്പോൾ വി ആർ എക്സ്ട്രാക്ടിങ് ഔട്ട് ദ ഓഡിയോ സിഗ്നൽ ഫ്രം ദ മോഡുലേറ്റഡ് സിഗ്നൽ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഡീമോഡുലേഷൻ. Modulation is mainly classified into analog modulation and digital modulation. Analog modulation എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ അനലോഗ് സിഗ്നൽ ആയിരിക്കും. അതായത് നേരത്തെ ഞാൻ വരച്ചില്ലേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും അനലോഗ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അതേസമയം ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു ഹൈ പിന്നൊരു ലോ, ഒരു ഹൈ ഒരു ലോ, അങ്ങനെ സഡൻ ആയിട്ട് വരും, സ്ക്വയർ വേവ് പോലെ പോകും. അത് ഡിജിറ്റൽ സിഗ്നലിന് എക്സാമ്പിളാണ്. അപ്പം അനലോഗ് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അനലോഗ് മോഡുലേഷനിൽ വരും. ഡിജിറ്റൽ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിജിറ്റൽ മോഡുലേഷനിൽ വരും. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് മോഡുലേഷന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, സെക്കൻഡ് വൺ ഫ്രീക്വൻസി മോഡുലേഷൻ, തേർഡ് വൺ ഫേസ് മോഡുലേഷൻ. In amplitude modulation, the amplitude of the carrier is varied in accordance with the amplitude of the audio signal. അതായത് ഇപ്പൊ എന്റെ ഓഡിയോ സിഗ്നൽ ഞാനിപ്പോ പറയുന്നുണ്ട്, എന്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലാണെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ആ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? കൂട്ടും. ഇനി എന്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണെങ്കിൽ കാരിയർ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് അവിടെ അവര് കുറയ്ക്കും. അതായത് ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സെക്കൻഡ് വൺ ഫ്രീക്വൻസി മോഡുലേഷൻ. ഹിയർ the frequency of the carrier is varied in accordance with the amplitude of the input signal. ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് കുറവാണെങ്കിൽ ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പൊ ഫ്രീക്വൻസിയിലുള്ള ചേഞ്ച് വരികയാണ് എന്തിന്റെ? കാരിയർ സിഗ്നലിന്റെ. അതിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് phase modulation. That is, the phase of the carrier is varied in accordance with the amplitude of the input audio signal. Okay, ഇതാണ് ആ 3 ക്ലാസിഫിക്കേഷൻ. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഞാൻ നല്ല മനോഹരമാക്കി ഈ ബോർഡിൽ വരച്ചിട്ടുണ്ട്. മനോഹരമാണെന്ന് ഞാൻ തന്നെ അങ്ങ് വിചാരിക്കുകയാണ് കേട്ടോ. സോ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ടൈം ആണ് എക്സ് ആക്സിൽ വരച്ചേക്കുന്നത്, വോൾട്ടേജ് ആണ് വൈ ആക്സിൽ വരച്ചേക്കുന്നത്. ഈ ഇൻപുട്ട് സിഗ്നലിനെ സോഴ്സ് വോൾട്ടേജ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വോൾട്ടേജ് ഞാൻ VS എന്നാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നിന്റെ ഇൻപുട്ട് സിഗ്നൽ. ഇനി നെക്സ്റ്റ് നോക്കിക്കോ, ഇതാണ് എന്റെ കാരിയർ സിഗ്നൽ. കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി കണ്ടോ? വളരെ കൂടുതലല്ലേ? നിങ്ങൾ നോക്ക്, ഈ ഒരു വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ ഒരു 1 ഹെർട്സേ ആവുന്നുള്ളൂ. പക്ഷെ കറസ്പോണ്ടിങ് കാരിയർ എത്തുമ്പോഴത്തേക്ക് കണ്ടോ എത്ര വേവിനകത്ത് വന്നു? അപ്പൊ ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പൊ ഈ ഫ്രീക്വൻസി കൂടുതലുള്ള ഈ സിഗ്നലാണ് നമ്മുടെ കാരിയർ സിഗ്നൽ. അപ്പൊ അതിന്റെ വോൾട്ടേജിനെ ഞാൻ VC എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന റിസൾട്ടന്റ് മോഡുലേറ്റഡ് വേവ് ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഇൻപുട്ട് സോഴ്സ് സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയും. ഇതിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് എന്ന് പറയും. റിസൾട്ടന്റ് വേവിനെ നമ്മൾ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ട പോസിറ്റീവ് ഹൈ ആണ്. ഈ പോസിറ്റീവ് ഹൈയില് വരുമ്പോഴേക്കും ഈ കറസ്പോണ്ടിങ് ആയിട്ട് ഈ റേഡിയോ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡും കൂടുവാണ്. ഓക്കെ,
ഇനി ഇവിടെ മിനിമത്തിലേക്ക് വരുമ്പോ മിനിമം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവില് മാക്സിമം വരിക എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ദാ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ കറസ്പോണ്ടിംഗ്ലി നമ്മുടെ റേഡിയോ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് കുറയുകയാണ് കണ്ടോ. പിന്നെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും കൂടും, പിന്നെയും കുറയും, കൂടും കുറയും. ഇങ്ങനെയാണ് നമ്മുടെ മോഡുലേറ്റഡ് വേവിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ ഈ ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് നിങ്ങൾ വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇപ്പൊ ഒരു വേവ് വരച്ചിട്ട് നിങ്ങൾ ബുക്കിൽ വരയ്ക്കുന്നുണ്ട്, ഇതൊരു വേവ് വരച്ചു, റേഡിയോ ഫ്രീക്വൻസി വരച്ചു, പിന്നെ അപ്പുറത്തോട്ട് മാറി തോന്നിയെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ മോഡുലേറ്റഡ് വേവ് വരച്ചു വെക്കരുത്. നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പം ഇതിന്റെ പോസിറ്റീവ് ഹൈ വരുന്നിടത്ത് തന്നെ ഏകദേശം നമ്മുടെ ഈ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിയ ഭാഗം വരാനും നെഗറ്റീവ് ഹൈയിൽ വരുന്ന സ്ഥലത്ത് ഈ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ ഭാഗം വരാനും വരത്തക്ക രീതിയിൽ നീറ്റായിട്ട് വേണം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പം ഇതാണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് ശ്രദ്ധിക്കേണ്ട ടേം ഒരെണ്ണമുണ്ട്. എന്താണെന്നറിയാമോ? മോഡുലേഷൻ ഇൻഡെക്സ്. ദാ represented by the letter M. M is equal to Vs by Vc. ഈ വേവിന്റെ മാക്സിമം വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് എത്രയാന്ന് നോക്കുക. ദാറ്റ് ഡിവൈഡഡ് ബൈ കാരിയർ ആംപ്ലിറ്റ്യൂഡ് എത്രയാന്ന് നോക്കുക. ആ റേഷ്യോനെയാണ് എന്ത് പറയുന്നത്? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡുലേഷൻ ഫാക്ടർ എന്നുള്ള വാക്ക് വേണമെങ്കിലും യൂസ് ചെയ്യും. ആൻഡ് ഡിഗ്രി ഓഫ് മോഡുലേഷൻ ഈസ് Vs by Vc into 100%. ഈ മോഡുലേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മോഡുലേഷൻ അനുസരിച്ചിട്ടാണ് നമുക്കൊരു സിഗ്നലിനെ പ്രോപ്പർ ആയിട്ട് മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതൊരു കാരിയർ വേവ് ആണ് കണ്ടോ. ഈ കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ഞാൻ എ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ വേറെ സിഗ്നൽ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? സെയിം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു വേവിനെ തന്നെയായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കിക്കോ. ഇവിടെ എന്റെ കാരിയർ വേവ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നലിനെ കൊണ്ടത് സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതും എ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടുകൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാമോ? എയുടെ കൂടെ ഓൾറെഡി ഉള്ള കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ കൂടെ ഈ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ആഡ് ചെയ്ത് വരും. അപ്പൊ കിട്ടുന്നത് എത്രയാ? 2a കിട്ടും. മനസ്സിലായോ? അതായത് ഈ മാക്സിമം വരുന്ന സ്ഥലത്ത് നമുക്ക് a plus a 2a കിട്ടും. ഈ നെഗറ്റീവ് മാക്സിമം, അതായത് ഈ മിനിമം വരുന്ന സ്ഥലത്ത് a minus a 0യിലേക്ക് പോകും. കണ്ട? അപ്പോ ഇവിടെ 0 to 2a വരെ വരും, വീണ്ടും 0 then 2a. ഇങ്ങനെയായിരിക്കും ഇതിന്റെ വോൾട്ടേജ് വേരി ചെയ്യുക. സോ നമുക്ക് ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മോഡുലേഷൻ ഇൻഡെക്സ് M is equal to മാക്സിമം സോഴ്സ് വോൾട്ടേജ് or amplitude divided by maximum carrier voltage, which is A divided by A. 1. M is equal to 1 ആണ്. ഇനി ഡിഗ്രി ഓഫ് മോഡുലേഷൻ കണ്ടാൽ ഇൻറ്റു 100 ചെയ്താൽ മതിയല്ലോ. 100% 100% മോഡുലേഷൻ ആണ് ഈ കേസിൽ സംഭവിക്കുന്നത്. ഇതിപ്പോ ഞാൻ എയും പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാം വേറൊരു വാല്യൂ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക. ഓക്കെ, അപ്പൊ വേറൊരു വാല്യൂ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോക്കിക്കോ. ഇവിടെ എന്റെ കാരിയർ വേവും ഇതെന്റെ മോഡുലേറ്റിംഗ് സിഗ്നലും. ഈ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടോ? ഇതിനെക്കാട്ടിലും കുറവാണ്, 0.5 a ഉള്ളൂ. അപ്പോ ഇതെന്ന് പറയുന്നത് ഓൾറെഡി എ ആണ്. എയുടെ കൂടെ മാക്സിമം വരുമ്പോൾ എന്ത് ചെയ്യും? ഈ 0.5 ആഡ് ചെയ്ത് മാക്സിമം വാല്യൂ എത്ര കിട്ടും? 1.5 a കിട്ടും. അതേസമയം മിനിമം വാല്യൂ എന്ത് കിട്ടും? ഈ എയിൽ നിന്ന് ഈ 0.5 കുറയ്ക്കുക. 1 minus 0.5 എത്ര കിട്ടും? 0.5. അപ്പൊ മിനിമം വരുന്നത് എത്ര കിട്ടും? 0.5. അതായത് ഇത് എത്രയായിരിക്കും കിട്ടുക? 0.5 കിട്ടും. ഇതെന്ന് പറയുന്നത് 1.5 കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെയാ? 0.5 തൊട്ട് 1.5 വരെയാണ് ഈ ഒരു വേവിന്റെ വോൾട്ടേജ് വേരി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ മോഡുലേഷൻ ഡിഗ്രി ഓഫ് മോഡുലേഷൻ കാണാമെങ്കിൽ നമുക്ക് എത്രയാ കിട്ടുക? നോക്കിക്കേ, സോഴ്സ് വോൾട്ടേജ് എത്രയായിരുന്നു? 0.5 ഡിവൈഡഡ് ബൈ 1.5 കിട്ടി. മോഡുലേഷൻ ഇൻഡെക്സ് ഡിഗ്രി ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടി? 50% കിട്ടി. കണ്ടോ?
അപ്പൊ ഇവിടെ ഡിഗ്രി ഓഫ് മോഡുലേഷൻ 50% ആയിരുന്നു. നേരത്തെ എത്രയായിരുന്നു? 100% ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത കേസിൽ ഇപ്പൊ ഇവിടെ 0.5, ഇനി അത് മാറ്റി അതിനെക്കാട്ടി വലിയൊരു 1.5 ഉള്ളൊരു വേവുമായിട്ടാണ് ഞാൻ ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇത് ഓൾറെഡി എ ആയിരുന്നു, എയുടെ കൂടെ ഏത് ആഡ് ചെയ്യും? 1.5 ആഡഡ് അപ്പ് ആവും അല്ലെ. സോ എയുടെ കൂടെ 1.5 ആഡ് ആവുമ്പം എനിക്ക് എന്ത് കിട്ടും? 2.5 കിട്ടും. അപ്പൊ മാക്സിമം നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് 2.5 വരെ പോകും, നല്ല മാക്സിമത്തിൽ പോകും. ഓക്കെ, മിനിമം എന്ത് കിട്ടും? മിനിമം കിട്ടാനായിട്ടേ എ മൈനസ് 1.5 അത് ചെയ്യുമ്പോഴേ നമുക്ക് ആ സിഗ്നലേ ഇതിന്റെ കേസിൽ അങ്ങ് കട്ടായി പോകും. അതായത് 1.5 മാക്സിമത്തിൽ വരുന്ന വാല്യൂസ് മാത്രം, പോസിറ്റീവ് മാക്സിമത്തിൽ വരുന്ന വാല്യൂസ് മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. ഇതിനകത്ത് നമ്മുടെ ഈ കരിയർ വേവ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ 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 ഇതിനകത്തുണ്ട്, ഇവിടെ ഉണ്ട്, ഇങ്ങനെയുണ്ട് കണ്ടോ. ഈ ഇടയ്ക്കുള്ള ഭാഗം എന്ത് ചെയ്യും? ആ നെഗറ്റീവ് മിനിമത്തിലുള്ള ഭാഗം എന്താവും? കട്ടായിപ്പോ. അതായത് എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 ഓവർ മോഡുലേഷൻ ആണ്. ഓവർ മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള, ക്ലിപ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. അപ്പം ഒരിക്കലും ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ കേസ് എന്ന് പറയുന്നത്? ബെറ്റർ കേസ് ഇസ് ദിസ് വൺ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, നമ്മുടെ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും ഒരേപോലെയാണെങ്കിൽ, നമുക്ക് ഏകദേശം ഒരുപോലെ ആണെങ്കിൽ നമുക്ക് 10% മോഡുലേഷൻ കിട്ടും. കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെക്കാട്ടി വളരെ കൂടുതലാണ് നമ്മുടെ ഓഡിയോ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ നമുക്കത് നോയ്സ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല, പല സൗണ്ടും കട്ടായി പോകും. ഓക്കെ, ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇമ്പോർട്ടൻസ്. കാര്യം മനസ്സിലായല്ലോ? മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, എം ഇസ് ഈക്വൽ ടു VS/VC. നമ്മുടെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ തെറ്റിപ്പോരും, ചില കുട്ടികൾ VC/VS എന്നൊക്കെ എഴുതി വെക്കും, അങ്ങനെ ചെയ്യരുത്. VS/VC ആണ്, തെറ്റിപ്പോരുത് കേട്ടോ. ഇനി അതേപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഞാൻ ഒരു മോഡുലേറ്റഡ് വേവിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് എൻ്റെ ഓഡിയോ സിഗ്നല്, പച്ച കളറിൽ കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ ഓഡിയോ സിഗ്നല്, ഇതാണ് എൻ്റെ കാരിയർ സിഗ്നല്. ഇത് രണ്ടും കൂടെ മേർജ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ഗ്രാഫ് വരയ്ക്കാനും ഈ ഗ്രാഫിലെ ഈ വോൾട്ടേജുകൾ കറക്റ്റായിട്ട് എഴുതാനും പഠിക്കണം. എങ്കിലേ നമുക്ക് എമ്മിന്റെ ഒരു ഡെറിവേഷൻ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം ഈ ഒരു ഗ്രാഫ് വരച്ച് എക്സ് ആക്സിലെ ടൈം, വൈ ആക്സിസിലെ വോൾട്ടേജ് എന്ന് മാർക്ക് ചെയ്തിടുക. എന്നിട്ട് ഇതാണ് ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇവിടുന്ന് മാക്സിമത്തിൽ വരെ എത്തുന്ന ആ ഒരു വോൾട്ടേജ് ആണ് വി മാക്സിമം അല്ലെ. അതാണ് വി മാക്സിമം, നമുക്കറിയാം, ഫിഗറിൽ തന്നെ അറിയാം, ഇതാണ് വി മാക്സിമം. ഇനി ഇവിടെ കിട്ടുന്ന ഇതാണ് എന്ത്? വി മിനിമം. അപ്പൊ വി മാക്സും വി മിനിമം തെറ്റിപ്പോത്തല്ലോ, വി മാക്സ് വി മിനിമം. ഇനി നമ്മുടെ കാരിയർ സിഗ്നലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ കാരിയർ സിഗ്നലിന്റെ വോൾട്ടേജ് VC. ഇനി എൻ്റെ ആംപ്ലിറ്റ്യൂഡ്, എൻ്റെ ഓഡിയോ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ് VS. കണ്ട, ഇത് കാരിയർ സിഗ്നലിന്റെ വോൾട്ടേജ്, ഇത് സോഴ്സ് സിഗ്നലിന്റെ വോൾട്ടേജ്. ആ സോഴ്സ് സിഗ്നലിനെ ഞാൻ VS എന്ന് എഴുതിയേക്കാണ്. VSന് നമുക്കറിയാം M is equal to VS/VC ആണ്. സോ VSനെ എനിക്ക് MVC എന്ന് എഴുതാമല്ലോ, അതാണ് ഇവിടെ MVC എന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഗ്രാഫ് വരയ്ക്കുക, വി മാക്സ് വരയ്ക്കുക, വി മിനിമം വരയ്ക്കുക, VC കാരിയർ ആംപ്ലിറ്റ്യൂഡ്, ദെൻ സോഴ്സ് ആംപ്ലിറ്റ്യൂഡ്. ഇത്രയും സാധനങ്ങൾ നന്നായി വരച്ചു വെക്കാമെങ്കിൽ നമുക്ക് എളുപ്പം തെറ്റില്ലാതെ ആ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫിഗറിൽ നോക്കിക്കോ, VS എന്ന് പറയുന്നത് എത്രയാണ്? ഈ വി മാക്സിന്ന് ഇത്രയും കുറയുന്നതാണ് എന്ത്? VS എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതെടുത്ത് എഴുതുകയാണേ. ഫ്രം ഫിഗർ വി ക്യാൻ റൈറ്റ് VS is equal to V max minus VC. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നോക്കിക്കോ. ഇനി അടുത്തത്, ഇത് ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു വരയ്ക്കണം.
കാരണം ഇതെല്ലാം ഞാനൊരു ഈക്വൽ വിഡ്ത്തിൽ വരത്തക്ക രീതിയിലാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നമുക്ക് അതേപോലെ ഈ വി എസിനെ വീണ്ടും നമുക്ക് വി സിന്ന് വി മിനിമം കുറയ്ക്കുന്ന രീതിക്ക് എഴുതാൻ പറ്റും. അത് ഞാൻ എഴുതുകയാണ്. വി എസ് ഇസ് ഈക്വൽ ടു വി സി മൈനസ് വി മിനിമം, ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്കറിയാം എം ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി സി ആണ്. ദെയർഫോർ വി എസ് ഇസ് ഈക്വൽ ടു എം വി സി. Substitute this value in equation 1 and 2. We get MVC is equal to Vmax minus VC, equation number 3. Here MVC is equal to VC minus V minimum, equation number 4. ഇനി ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണല്ലോ. അപ്പൊ എനിക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാലോ. വാട്ട് ഐ ഗെറ്റ് ഇസ് Vmax minus VC is equal to VC minus V minimum. കണ്ടോ, ഇത്രയും കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. വി സിനെ ഒരു സൈഡിലാക്കാണ്. സോ വാട്ട് ഐ ഗെറ്റ് ഇസ് 2VC is equal to Vmax plus V minimum or VC is equal to Vmax plus V minimum divided by 2, equation number 5. ഈ കിട്ടിയ വി സിനെ ഞാൻ ഇക്വേഷൻ 3യിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കാം കേട്ടോ. ദാറ്റ് ഈസ് എം വി സി ഇസ് ഈക്വൽ ടു Vmax മൈനസ് ഈ വി സി ആണ് കൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. Vmax plus V minimum divided by 2. കണ്ടോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഞാൻ ഇതിനെ 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ മൈനസ് വെച്ച് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടും? 2Vmax മൈനസ് Vmax മൈനസ് V minimum divided by 2. കണ്ടോ, ഇത്രയും കിട്ടി. 2Vmax മൈനസ് Vmax എന്താണ്? Vmax അല്ലേ കിട്ടുക. സോ ഫൈനലി വാട്ട് വി ഗെറ്റ് ഇസ് Vmax മൈനസ് V minimum ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ തുടക്കുകയാണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 കിട്ടി, ഇക്വേഷൻ നമ്പർ 6 കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവൈഡിങ് ഇക്വേഷൻ 6 വിത്ത് ഇക്വേഷൻ 5 വി ഗെറ്റ്, ഡിവൈഡ് ചെയ്യുമ്പം എം വി സി ബൈ വി സി എന്തായി കിട്ടുന്നത്? എം is equal to this divided by this. അപ്പൊ 2 ഉം 2 ഒക്കെ കട്ടായി പോകും. ഫൈനലി കിട്ടുന്നത് Vmax minus V minimum divided by Vmax plus V minimum. കണ്ട, ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് കിട്ടുന്ന വേറൊരു ഇക്വേഷൻ. ഒരെണ്ണം എന്താണ്? എം ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി സി. സെക്കൻഡ് വൺ എം ഇസ് ഈക്വൽ ടു Vmax മൈനസ് V minimum ഡിവൈഡഡ് ബൈ Vmax പ്ലസ് V minimum. ഇത് ഓർത്തിരിക്കണം. നമ്മൾ എന്ത് ഡെറിവേഷൻസ് പഠിച്ചാലും ആ ഫൈനൽ ഇക്വേഷൻ വെച്ച് ഒരു പ്രോബ്ലം എങ്കിലും ചെയ്ത് പഠിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുത്തുള്ളൂ കംപ്ലീറ്റ്ലി. സോ ഇപ്പൊ ഇവിടെ ഞാനൊരു പ്രോബ്ലം കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോ. An amplitude modulated wave has maximum and minimum of 80 volt and 20 volt. Find the degree of modulation. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്സിന്റെ Vmaxും V minimum ആണ് തന്നേക്കുന്നത്. മാക്സിമം വോൾട്ടേജ് എത്രയാണ് തന്നേക്കുന്നത്? 80 വോൾട്ട്. ആൻഡ് മിനിമം വോൾട്ടേജ് എത്രയാണ് തന്നേക്കുന്നത്? 20 വോൾട്ട്. നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും അറിയത്തില്ലെങ്കിലും നിങ്ങൾ തന്നിരിക്കുന്ന സാധനങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് എടുത്തെഴുതണം. എന്നിട്ട് ഇനി കാൽക്കുലേറ്റർ ഒന്നും ഇല്ലെങ്കിലും ചെയ്യാൻ ഇനി അറിയത്തില്ലെങ്കിലും ആ ഇക്വേഷൻ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് എഴുതി വെക്കാം. അത് പഠിച്ചു വെക്കണം കേട്ടോ. ഇക്വേഷൻ എം ഇസ് ഈക്വൽ ടു Vmax മൈനസ് V minimum ഡിവൈഡഡ് ബൈ Vmax പ്ലസ് V minimum. കണ്ട, അപ്പൊ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എം ഇസ് ഈക്വൽ ടു 80 minus 20 divided by 80 plus 20. ഇതാണ് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കിട്ടിയേക്കുന്നത്. We want to find the degree of modulation. So degree of modulation is
60 divided by 100 into 100 ഇത്ര പെർസെൻറ്റേജ് ആണ്. ദാറ്റ് ഈസ് 60%. കണ്ടോ ഇവിടെ മോഡുലേഷൻ എത്ര കിട്ടി? 60%. സിമ്പിൾ അല്ലേ? ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യിക്കുമ്പോൾ നമ്മളിവിടെ ഈ ഒരു ഡെറിവേഷൻ ഒക്കെ ചെയ്തു. ഇതൊരിക്കലും ഞാൻ കോളേജിൽ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പം ഞാൻ കംപ്ലീറ്റ്ലി ഇങ്ങനെ ബോർഡിൽ ഡിറൈവ് ചെയ്ത് കുട്ടികളെ ഇങ്ങനെ വെറും കാണികളാക്കി ഞാൻ ഇരുത്താറില്ല. അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ചെയ്ത് അവർ ഒരിക്കലും പഠിക്കില്ല. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ. ഈ സ്റ്റെപ്പ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ 6 divided by 5 ചെയ്ത് നിങ്ങൾക്ക് M കിട്ടുന്നത് കണ്ടുപിടിക്കുക എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഞാൻ ചെയ്യാൻ സമയം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ക്ലാസ്സുകൾ ഡീൽ ചെയ്യാറുള്ളത്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. പക്ഷെ ഇവിടെ നമുക്കിതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫുൾ ഡെറിവേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി എഴുതാനും മനസ്സിലാക്കാനും പറ്റും. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് മോഡുലേഷൻ എന്ന്, വാട്ട് ഇസ് മോഡുലേഷൻ, ആൻഡ് ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻസ്, ആൻഡ് അനദർ തിങ് വൈ വി നീഡ് മോഡുലേഷൻ. അത് ഞാൻ പറഞ്ഞു. പവർ ലോസ് ഉണ്ടാവും, അപ്പൊ നമുക്ക് ഓഡിയോ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇനി ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെ നമുക്ക് ഓഡിയോ സിഗ്നൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 30 കിലോമീറ്റർ ലെങ്ത് ഉള്ള ആന്റിനയൊക്കെ വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീടിന്റെ മണ്ടയ്ക്കോ നമ്മുടെ കാറിന്റെ മുകളിലേക്ക് 30 കിലോമീറ്റർ ഉള്ള ആന്റിന ഇരിക്കുന്നത്, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഒരിക്കലും മോഡുലേഷൻ ഇല്ലാതെ നമുക്കൊരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് അതിന്റെ നീഡ്. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നത് FM ആണ്, ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. പഴയ കാലത്തായിരുന്നു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഉള്ളതെല്ലാം ഫ്രീക്വൻസി മോഡുലേഷൻ. അതുകൊണ്ട് നമ്മൾ FM സ്റ്റേഷൻ എന്നൊക്കെ കേൾക്കാൻ കാര്യം കേട്ടോ. ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഇസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻസ്, ആൻഡ് ദെൻ what is modulation index and what degree of modulation, and then we have done one problem related to the topic. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.